ഞാൻ വെള്ളിയാഴ്ച പ്രാർത്ഥന കഴിഞ്ഞിറങ്ങി വരിക കേട്ടോ. അപ്പോൾ ഈ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിന് വല്ലാത്തൊരു സംതൃപ്തി നമ്മൾ ഫീൽ ചെയ്യാറുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയോ എന്നുള്ളതല്ല, ഈ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഒരു സംതൃപ്തി ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ശാസ്ത്രീയ അടിസ്ഥാനം ഉണ്ടോ എന്നുള്ളതാണ്. ന്യൂറോ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരുപാട് സ്റ്റഡീസ് ബോധിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഈ വേളയിലൊന്ന് ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പ്രാർത്ഥന കൊണ്ട് കിട്ടുന്നതെന്നും അല്ല കേട്ടോ പറയുന്നത്. മുസ്ലിംസിൻ്റെ 5 നേരത്തെ നമസ്കാരമായാലും, ഹിന്ദുസിൻ്റെ ഒരുപാട് മന്ത്രങ്ങളായാലും, ബുദ്ധിസ്റ്റിൻ്റെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ആയാലും, ഇനി ക്രിസ്തു മതത്തിലേക്ക് കുരിശിൻ്റെ മുമ്പിൽ വെച്ച് നിൽക്കുന്ന പ്രാർത്ഥനകളായാലും, ഇതിനെല്ലാം ഈ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇനി മതമില്ലാത്ത വ്യക്തികളുടെ പ്രകൃതി നിരീക്ഷിച്ചു കൊണ്ടുള്ള പ്രാർത്ഥനകളായാലും എന്തായാലും ഈ പ്രാർത്ഥനകൾക്ക് ഇതുപോലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ഒരു പ്രശസ്തനായിട്ടുള്ള ന്യൂറോ സയൻറ്റിസ്റ്റ് ഡോക്ടർ ആൻഡ്രൂ ലീവർബ് തൻ്റെ വർഷങ്ങൾ നീണ്ട പഠനത്തിലൂടെ തെളിയിച്ച കാര്യമാണ്. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് നമ്മൾ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്, നമ്മളെ തലച്ചോറിൽ ലോജിക്കായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിനെ കൂടുതലായിട്ട് ആക്ടിവേറ്റ് ചെയ്യുമെന്നാണ് ഇദ്ദേഹം റിസർച്ചിലൂടെ തെളിയിച്ചത്. അത് നമ്മളെ എപ്പോഴും ഷാർപ്പായി നിലനിർത്താനും ഒരു കാര്യങ്ങളെ ലോജിക്കായിട്ട് കൈകാര്യം ചെയ്യാനും സാധ്യമാക്കുന്നുണ്ട്. പലപ്പോഴും നല്ല ഭക്തിയൊക്കെ ഉള്ള ആൾക്കാർ നമുക്ക് കാണാം. അവൾ വളരെ ഒരു ഭയങ്കര ഒരു എമോഷണൽ ക്രൈസിസൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം അവർ വളരെ സമാധാനമുള്ള മനസ്സോടെ ജീവിക്കാൻ നമുക്ക് കാണാൻ പറ്റും. അത് ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിൻ്റെ ഈ ഒരു ആക്ടിവിറ്റിയോടെ കിട്ടുന്നതാണ്. പിന്നെ തലച്ചോറിൻ്റെ ആൻറ്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇത് നമുക്കെപ്പോഴും ഒരു വൈകാരികമായിട്ടുള്ള ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു തലച്ചോറിൻ്റെ ഏരിയയാണ്. പിന്നെ മറ്റു മനുഷ്യരോട് ദയോടെ പെരുമാറാനും ഇത് സഹായിക്കുന്നുള്ളൂ. പലപ്പോഴും നല്ല ഭക്തിയൊക്കെ ഉള്ള ആൾക്കാർ, ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ളവരുടെ വിദ്വേഷം കാണിക്കാനോ വേർതിരിവ് കാണിക്കാനോ ഭിന്നത കാണിക്കുന്ന ഭക്തിയല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് വരുന്ന ആ ഒരു സ്പിരിച്വാലിറ്റി ഹയർ ലെവലിലേക്ക് എത്തിയ വ്യക്തികളൊക്കെ നമ്മൾ കണ്ടല്ലോ. അവരെന്തൊരു കാര്യത്തിൽ വളരെ ദയോടെ പെരുമാറുന്ന ആൾക്കാരായിരിക്കും. പിന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ എപ്പോഴും പേടി ഉണ്ടാക്കുന്നൊരു തലച്ചോറിൻ്റെ കേന്ദ്രം അമിഗ്ഡാല എന്നുള്ളതാണ്. അവിടുത്തെ ആക്ടിവിറ്റി ഒന്ന് കുറച്ചിട്ട് നമ്മളെ നിർഭയത്വത്തോടെ ജീവിക്കാൻ സഹായിക്കുമെന്നുള്ളതാണ് മറ്റൊരു ഗുണം. ഈ ന്യൂറൽ കണക്ഷൻ ഉണ്ടല്ലോ, അത് ഓരോ വർഷം ഇങ്ങനെ പലപ്പോഴായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്. നമ്മൾ റെഗുലറായിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ ഒരു ന്യൂറൽ കണക്ഷൻസ് അതിങ്ങനെ പുതുക്കി പോവുകയും അത് നമ്മൾക്ക് എന്താക്കും, നല്ലൊരു പുതിയ ഒരുപാട് ന്യൂറൽ ട്രാക്കുകൾ ഫോം ചെയ്യുകയും അത് നമ്മളെപ്പോഴും യങ്ങായിട്ട് പിടിച്ചു നിർത്തുന്നത്. ഇതിന് പറയുന്ന പേര് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നാണ്. ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പ്രാർത്ഥന കൊണ്ട് സാധ്യമാവുമെന്നാണ് ഈ ഡോക്ടറുടെ പഠനത്തിലൂടെ അദ്ദേഹം തെളിയിച്ചത്. 5 നേരത്തൊരു നമസ്കാരം തന്നെ എടുക്കാം. ആദ്യം കൈകളൊക്കെ വൃത്തിയാക്കി വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടല്ല, കോൾഡ് മെഡിറ്റേഷനൊക്കെ ചെയ്ത് നമ്മുടെ ശരീരത്തെ തന്നെ ഒരു മെഡിറ്റേറ്റീവ് ലെവലിലേക്ക് കൊണ്ടുവരികയാണ്. ഇനി അമ്പലത്തിലോട്ട് കയറുമ്പോൾ ആണെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ കൈയൊക്കെ വാഷ് ചെയ്തിട്ട് അങ്ങോട്ട് കയറുകയാണ്. അപ്പോൾ ആ ഒരു റിഥമുണ്ട്. ഇപ്പോൾ എന്തൊരു മെഡിറ്റേഷൻ, ഇപ്പോൾ 5 നേരം നമസ്കാരം അതിൻ്റെ ഒരു റിഥമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചക്ര മെഡിറ്റേഷൻ പറയും. ചക്ര 5 നേരം നമസ്കാരത്തിലൂടെ വരുമ്പോൾ നമ്മൾ ആ ചക്ര മെഡിറ്റേഷൻ്റെ ഓരോ ലെവലിലൂടെയും നമ്മളിങ്ങനെ കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ പേരെടുത്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും അതിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടോണാലിറ്റി, അതിൻ്റെ ഒരു ഫോക്കസിങ്, അതിൻ്റെ ഒരു ഇതെല്ലാം എന്താക്കും, ഇതൊക്കെ നമ്മുടെ തലച്ചോറിനെ ശരിക്കും ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ അതിൻ്റേതായ രീതിയിൽ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. മറ്റൊരാളുടെ ഭയത്തിൻ്റെ പേരിലോ മറ്റൊരാളുടെ കമ്പലിങ്ങിൻ്റെ പേരിലോ അല്ല, സ്വന്തം ഉള്ളിൽ നിന്ന് വരുന്ന ആ പ്രാർത്ഥനയായിരിക്കണം ഇതെന്നുള്ളതാണ്. പലപ്പോഴും പ്രാർത്ഥിക്കുന്നവർക്കും ഇതുപോലെ ഇമ്പാക്റ്റ് കാണാറില്ല. കാരണം അതൊക്കെ വെറുതെ ഒരു പേരിനങ്ങോട്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ കാണാത്തത്. ഇനി നമ്മൾ ഇപ്പോൾ ഒരു മന്ത്രങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഇതിങ്ങനെ റിങ് പോലെയൊക്കെയുള്ള മൂവ്മെൻറ്റ്സൊക്കെ കാണിച്ചിട്ട് അല്ലേ, യോഗ പോസിലൊക്കെ ഇരുന്നു കൊണ്ട് ആ മന്ത്രങ്ങൾ ചെയ്യുമ്പോൾ ആ പോസിനൊക്കെ തന്നെ ഒരു ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. മനസ്സിലായില്ലേ? പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ ചെല്ലുന്ന വാക്കുകളുണ്ടല്ലോ, കാരുണ്യവാനായ ദൈവമേ, പിതാവായ ദൈവമേ, ശാന്തിമായ ഭഗവാനെ എന്നൊക്കെ പറയുമ്പം ഈ വാക്കുകൾ കാരുണ്യം, ദയ, സമാധാനം, ശാന്തി, ഈ വാക്കുകളിലോടൊക്കെ നമ്മൾ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് ചെല്ലണം. അപ്പം ഈ ഒരു ഓരോ വാക്കിനനുസരിച്ച് നമ്മുടെ മൈൻഡ് പ്രതികരിക്കുന്നത്. ഈ വാക്ക് നമ്മുടെ തലയിൽ ചിന്ത ഉദിപ്പിക്കുകയും ആ ചിന്തയിൽ നിന്നൊരു വികാരം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ സമാധാനം എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരാളോട് പറയാം ഓം ശാന്തി ഓം, സ്തുതി ഈശോ മിശിഹായുടെ സ്തുതി ഉണ്ടായിരിക്കട്ടെ,
കാരുണ്യവാനായ ദൈവത്തിൻ്റെ ശാന്തിയും സമാധാനവും നിന്നിലുണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും. അതൊക്കെ പറയുമ്പോൾ ഈ സമാധാനം നമ്മൾക്കുണ്ടാവണം. ഈ സമാധാനം അതൊരു മെഡിറ്റേഷൻ ആണ്. അത് ഏറ്റവും നല്ല മൈൻഡിൻ്റെ പ്ലസൻറ്റ് സ്റ്റേറ്റാണ്. അത് വെറുതെ ഇങ്ങോട്ട് പറഞ്ഞാൽ പോരാ, അത് നമ്മൾ ഇങ്ങോട്ട് ഉത്ഭവിച്ച് വരണം. അപ്പോഴേ ആ പ്രാർത്ഥന ആവുകയുള്ളൂ, അതിന് ശാസ്ത്രീയമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുള്ളൂ. കിട്ടുന്ന ആൾക്ക് തിരിച്ചിങ്ങോട്ട് പറയുമ്പോഴും അവരും സമാധാനത്തിലായിരിക്കും ഇങ്ങോട്ട് പ്രതികരിക്കുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോഴേ അത് ഗിവ് ആൻഡ് ടേക്ക് ആവുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പോൾ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ബുദ്ധിസ്റ്റുകളൊക്കെ ഫോളോ ചെയ്യുന്ന പ്രാർത്ഥനയാണ്. എല്ലാ പ്രാർത്ഥനയും മൈൻഡ്ഫുള്ളാണ്. ഇപ്പോൾ ഏത് മതത്തിൻ്റെ പ്രാർത്ഥന ഒക്കെ മൈൻഡ്ഫുൾ തന്നെയാണ്. ഈ നിമിഷത്തിൽ ഈ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നർ സറൗണ്ടിങ്ങിലേക്ക്, ഉള്ളർ സറൗണ്ടിങ്ങിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതൊക്കെ നമുക്ക് ശാരീരിക ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നും നമ്മുടെ സ്വസ്ഥതയുടെ നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യുമെന്ന് പഠനങ്ങളൊക്കെ ബോധിപ്പിച്ചതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുകൾ കിട്ടുമ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ്. ഓക്കെ.